എമ്പുരാനും പൃഥ്വിരാജ്, സുകുമാരൻ, പിന്നെ കുറച്ച് മമ്മൂട്ടി ഫാൻസുകാരും. അപ്പോൾ അവരെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എമ്പുരാൻ ആ ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവരെ മാർക്കറ്റിങ്ങും അവരെ ആ ഹൈപ്പിൻ്റെ ഇടയിൽ തന്നെ ഈ മമ്മൂട്ടി ഫാൻസുകാർ പെടുന്നൊരു പാടുണ്ട്. അവരെ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഞാനൊരു മമ്മൂട്ടി ഫാനായിരുന്നു. ഇപ്പോൾ ഒരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയാം, ഞാനൊരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനാണ്. എന്നാൽ ലാലേട്ടനെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവർക്കൊന്നും പറ്റാത്തൊരു കാര്യം, കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ചെക്കൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആൺകുട്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആ പുള്ളിക്കാരനെ തളർത്താതിരിക്കണം. കാരണം ഈ ചാണക സംഖ്യകൾക്കെതിരെ സിനിമയിൽ നല്ല രീതിയിൽ ഇത് തുറന്നു കാട്ടാൻ, അവരെ ആ ഒരു ഫാസിസത്തിന്റെ പല മുഖങ്ങളും തുറന്നു കാട്ടാനും പൃഥ്വിരാജിന് പറ്റിയിട്ടുണ്ട്. അത് എമ്പുരാനിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിവതും ഈ മമ്മൂട്ടി ഫാൻസുകാരുടെ അടുത്തുള്ള ഒരു അപേക്ഷയാണ്, നിങ്ങൾ ഈ കഴിവതും ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യരുത്. ഈ ചാണകങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. കാരണം അവരെ വ്യക്തമായ മുഖം ഇതിൽ തുറന്നു കാട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അവരിത് ഡീഗ്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് എന്ത് പറ്റിയിട്ടാ? നിങ്ങളെ ഇത്രയും ഡൈഹോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോഡ് ഫാദർ ആയ മമ്മൂട്ടിക്ക് പോലും പറ്റാത്ത കാര്യങ്ങളാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2012-13 കാലഘട്ടത്തിലൊക്കെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ നെയ്യാറ്റിൻകരയിൽ അതിൽ അംഗമായിരുന്നു. നമ്മൾ സ്ഥിരം പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഫസ്റ്റ് ഷോ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നും ഇന്നും പൃഥ്വിരാജിനെ വലിയ ഇഷ്ടം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങൾ ഈ മോഹൻലാൽ ഫാൻസുകാർക്കെതിരെ അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ തിരിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ചതിക്കുന്നത്. കാരണം മമ്മൂട്ടിക്ക് പോലും ഒരു ഫിലിമിനും ഈ ഒരു സംഖ്യകൾക്കെതിരെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല പൃഥ്വിരാജ്. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ ഇതുവരെ എൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇത് പറയണമെന്ന് തോന്നി. കാരണം എന്നെ കൊണ്ട് ഇത്രയെങ്കിലും പറ്റുമെങ്കിലോ എന്ന് അവർ തോന്നലുണ്ട്. എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് എമ്പുരാൻ കാണും. അപ്പോൾ ഞാൻ എന്നിട്ട് കണ്ടവരെല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ കഥ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞത് ഈ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ.